നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യ കൗമാര ഘട്ടങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മുഹമ്മദ് എന്ന വ്യക്തി അദ്ദേഹം ബാല്യവും കൗമാരവും പിന്നിട്ട് യുവത്വത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ വയസ്സ് 25. പിതൃവ്യൻ അബൂ താലിബിൻ്റെ സംരക്ഷണയിലാണ് അദ്ദേഹം ഇപ്പോഴുമുള്ളത്. മക്കയിലെ ഓരോ വർഷവും ഹജ്ജ് കാലത്ത് നടക്കുന്ന ചില പ്രത്യേക ചന്തകളുണ്ട്. ഉക്കാദ്, ദുൽ മജാസ് എന്നൊക്കെയുള്ള പേരിലാണ് അതറിയപ്പെടുന്നത്. ഉക്കാദ്, ദുൽ മജാസ്, മിജന്ന അങ്ങനെ 3 ചന്തകളുടെ പേരാണ് ചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുക. ഈ ചന്തകളിൽ കച്ചവടക്കാർ അവരുടെ കച്ചവട വസ്തുക്കൾ വിറ്റഴിക്കാൻ വരുന്നത് പോലെ തന്നെ അറേബ്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സാഹിത്യപരമായിട്ടുള്ള തങ്ങളുടെ സൃഷ്ടികൾ അവതരിപ്പിക്കാനെത്താറുണ്ട്. അതിൽ കവിത, പ്രസംഗം ഇങ്ങനെയുള്ളതാണ് കാര്യമായിട്ടുണ്ടാവുക. എഴുതി തയ്യാറാക്കിയിട്ടുള്ള പുസ്തകങ്ങളോ അതുപോലുള്ള മറ്റ് സംഗതികളോ ഒന്നും ആ കാലഘട്ടത്തിൽ അവരുടെ ഇടയിൽ നടപ്പുണ്ടായിരുന്നില്ല. കവിതയിലാണ് അവർക്ക് പ്രാവീണ്യമുള്ളത്, പിന്നെ പ്രസംഗത്തിനും. അപ്പോൾ ഈ കവിതയും പ്രസംഗവും അവിടെ അവതരിപ്പിക്കുക എന്നതാണ് സാഹിത്യകാരന്മാരുടെ രീതി. അതിനവർ കൈ നിറയെ സമ്മാനം വാങ്ങാറുണ്ട്, ആളുകളുടെ കയ്യടി വാങ്ങാറുണ്ട്. ഈ കവിതകൾ അവർക്കിടയിൽ, അറബികൾക്കിടയിൽ പ്രചരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന്മാർ കച്ചവട മേഖലകളിൽ എന്നതുപോലെ തന്നെ ഈ സാഹിത്യ മത്സരങ്ങളിലും അതിൻ്റെ ശ്രോതാക്കളോ ആസ്വാദകരോ ഒക്കെയായി പങ്കെടുക്കാറുണ്ട്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പങ്കെടുക്കും. നബി അന്ന് നബിയായിട്ടില്ല, പ്രവാചകനായിട്ടില്ല. പക്ഷേ അദ്ദേഹം നല്ല തൻ്റേടിയും ബുദ്ധി കൂർമ്മതയുള്ള ആളും സാഹിത്യാഭിരുചിയുള്ള ഭാഷാ വ്യുൽപ്പത്തിയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിനും ഹരമുള്ള കാര്യമാണ്. അവിടെ അദ്ദേഹവും പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഈ കച്ചവടം, പല നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾ അവർ കച്ചവടം ചെയ്ത് ഹജ്ജിൻ്റെ ആ കാലഘട്ടം കഴിയുമ്പോൾ കച്ചവടം അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നത് പോലെ തന്നെ ഈ സാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ അവരും ഈ സാഹചര്യം, സന്ദർഭം അല്ലെങ്കിൽ അവസരം അവസാനിക്കുന്നതോടുകൂടി തിരിച്ചു പോവുകയാണ് ചെയ്യുക. അതിനും ഒരു കാരണമുണ്ട്. കാരണം അറബികളുടെ ഇടയിൽ ഈ ഹജ്ജ് മാസങ്ങളിൽ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം ഈ 3 മാസങ്ങളിലും പിന്നെ റജബ് മാസത്തിലും യുദ്ധം നടക്കാറില്ല. മറ്റ് മാസങ്ങളിൽ പലപ്പോഴും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. അതുകൊണ്ട് ഹജ്ജിൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ മക്കയിൽ താമസിച്ചാൽ ചിലപ്പോൾ നാട്ടിലേക്ക് പോവുക, തിരിച്ചു പോവുക എന്നുള്ളത് പ്രയാസകരമായി തീരുമെന്ന് കാണുന്നത് കൊണ്ട് കൂടിയാവാം ഈ ഘട്ടം കഴിയുന്നതോടും എല്ലാവരും തിരിച്ചു പോകാറുണ്ട്. ഇതാണ് മക്കയിലെ അന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത്. നബിയുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവമുള്ളത്, മക്കയിക്കാർ പൊതുവിൽ കച്ചവടക്കാരാണ്. ആ കച്ചവടക്കാർ അവർ യമൻ്റെ ഭാഗത്തേക്കും ഷാമിൻ്റെ ഭാഗത്തേക്കും, അതായത് ഇന്നത്തെ സിറിയയുടെ ഭാഗത്തേക്കുമാണ് അവർ കച്ചവടത്തിനായി പോവാറുള്ളത്. ശൈത്യകാലത്തും ഉഷ്ണകാലത്തും 2 ഭാഗത്തേക്കായിട്ട് അവർ തിരിയും. ശൈത്യകാലത്ത് അവർ യമൻ്റെ ഭാഗത്തേക്കാണ് പോവുക,
ചൂട് കാലത്ത് അവർ ഷാമിൻ്റെ കാലത്തേക്കും പോകും. ഇത് സംബന്ധമായി വിശുദ്ധ ഖുർആൻ സൂറത്ത് ഈലാഫ്, അതായത് 106-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ലീലാഫി ഖുറൈഷ് ഈലാഫിഹിം റിഹ്ലത്ത ശിതാഇ വസ്സൈഫ്. ഖുറൈശികളെ കച്ചവടവുമായി, ഉഷ്ണകാലത്തെയും ശൈത്യകാലത്തെയും കച്ചവട യാത്രയുമായി അവരെ ഇണക്കി. അത് അള്ളാഹു അവർക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഖുർആൻ ഈ അധ്യായത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. മക്കയിലെ ഒരു വർത്തക പ്രമുഖയാണ് ഖുവൈലിദിൻ്റെ മകൾ ഖദീജ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 25 വയസ്സുള്ളപ്പോൾ ഖദീജക്ക് അന്ന് 40 വയസ്സാണ്. അവർ നേരത്തെ 2 പ്രാവശ്യം വിവാഹിതയായിട്ടുണ്ട്. അതിലൊരു വിവാഹത്തിൽ അദ്ദേഹത്തിന് ഹാല എന്ന് പറയുന്ന ഒരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുമുണ്ട്. ഈ 2 ഭർത്താക്കന്മാരും മരിച്ചു പിരിയുകയോ മറ്റോ ആണ് ചെയ്തിട്ടുള്ളത്. ഏതായിരുന്നാലും അവർ ഇപ്പോൾ ഭർത്തൃരഹിതയാണ്, വിധവയാണ്. മക്കയിലെ കുലീനരായിട്ടുള്ള പ്രബലന്മാരായിട്ടുള്ള പലരും ഈ ഘട്ടത്തിൽ ഖദീജയെ വിവാഹാഭ്യർത്ഥന നടത്തുന്നുണ്ട്. പക്ഷേ അവർ അതൊക്കെ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഖദീജ ഒരു വർത്തക പ്രമുഖയാണ്. അവർ മക്കയിലെ പ്രധാനികളായിട്ടുള്ള ആളുകളെ ഈ തൻ്റെ കച്ചവട സാധനങ്ങളുമായിട്ട് ചരക്കുമായിട്ട് ഷാമിൻ്റെ ഭാഗത്തേക്ക് അയക്കാറുണ്ടായിരുന്നു. അപ്പോൾ പല ആളുകളും അവരുടെ കച്ചവട ഏജൻ്റായിട്ട് പോകാൻ ആഗ്രഹിക്കാറുണ്ട്, ഇഷ്ടപ്പെടാറുണ്ട്. കാരണം അവർ മാന്യയാണ്, തറവാടിത്തമുള്ള കുലീന സ്ത്രീയാണ്. ആളുകളോട് മര്യാദയ്ക്ക് അവർ പെരുമാറുകയുള്ളൂ. ആരോടും അധിക്ഷേപാർഹമായിട്ടുള്ള അല്ലെങ്കിൽ അവരെ അലോസരപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവാറില്ല. അതുകൊണ്ട് ഖദീജയുടെ കച്ചവടച്ചരക്കുമായിട്ട് പോകുക എന്നുള്ളത് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. ഈ ഘട്ടത്തിലാണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 20 വയസ്സുള്ള ഘട്ടത്തിൽ ഖദീജയുടെ കച്ചവടച്ചരക്ക് അതുമായി ഷാമിലേക്ക് കച്ചവടത്തിന് പോകാൻ ഖദീജ ആളെ അന്വേഷിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബിന് വിവരം കിട്ടുന്നത്. അദ്ദേഹം അത് തൻ്റെ സഹോദരപുത്രൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇങ്ങനെ ഖദീജയുടെ കച്ചവട ഏജൻ്റ് ആയിട്ട് പോയാൽ അത് നല്ലതായിരിക്കും. അവരൊരു ഏജൻറ്റിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അബൂ താലിബിൻ്റെ നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ബോധ്യപ്പെട്ടു. കാരണം ജീവിക്കണമെങ്കിൽ ഒരു തൊഴിൽ വേണം. തൊഴിലില്ലാതെ അലസമായി മടിയനായി കഴിഞ്ഞുകൂടാന്നുള്ളത് മാന്യതയുള്ള ആർക്കും ചേർന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ ആടുകളെ മേയിച്ച് അതിലൂടെ ജീവിതത്തിനുള്ള മാർഗം കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോൾ അബൂ താലിബ് ഈ കാര്യം അദ്ദേഹത്തെ തെര്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായി. ആ കാര്യം ഖദീജയെ അറിയിക്കുകയും ചെയ്തു. മുഹമ്മദിനെ തൻ്റെ ഏജൻ്റായി ലഭിക്കുക, അദ്ദേഹം അതിന് തയ്യാറായിരിക്കുന്നു എന്ന് കേൾക്കാത്ത താമസം ഖദീജക്ക് അത് അത്യധികം സന്തോഷകരമായ ഒരു സംഗതിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതിന് കാരണം ഖദീജ മക്കയിൽ അറിയപ്പെടുന്നത് അത്താഹിറ, വിശുദ്ധ, അതുപോലെ സയ്യിദത്തു നിസായി ഖുറൈശി തരുണികളിലെ വനിതകളിലെ നായിക എന്നൊക്കെയുള്ള രീതിയിലാണ്. മറുഭാഗത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾക്കിടയിൽ അറിയപ്പെടുന്നത് അൽ അമീൻ അസാദിഖ്, വിശ്വസ്തൻ, സത്യസന്ധൻ എന്ന് നിൽക്കാം. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിത സ്വഭാവ മഹിമയും ജീവിത വിശുദ്ധിയും സാമ്പത്തിക കാര്യങ്ങൾ കൈയാളുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും ഒക്കെയാണ്. അപ്പോൾ മുഹമ്മദിനെ തൻ്റെ ഏജൻ്റായി കിട്ടും എന്നറിഞ്ഞപ്പോൾ ഖദീജക്ക് അത് വലിയ സന്തോഷമായി.
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ ഏജൻ്റായിട്ട് ഷാമിലേക്ക് കച്ചവടത്തിന് അയക്കുകയാണ്. കൂടെ അവരുടെ ഭൃത്യനായിട്ടുള്ള മൈസറ എന്ന് പറയുന്ന ഒരാളെ കൂടി അയക്കുന്നുണ്ട്. മൈസറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹയാത്രികരായിട്ട് കച്ചവടച്ചരക്കുമായിട്ട് ഷാമിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഷാമിൽ ചെന്ന് കച്ചവട വസ്തുക്കളൊക്കെ വിറ്റ് മക്കയിൽ ഖദീജ റളിയല്ലാഹു അൻഹ നിർദ്ദേശിച്ചതനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള, ചിലപ്പോൾ ഭാവിയിൽ യമനിലേക്കും മറ്റുമൊക്കെ കച്ചവടത്തിന് കൊണ്ടുപോകാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവാം, അവരുടെ നിർദ്ദേശമനുസരിച്ചുള്ള വസ്തുക്കളുമൊക്കെ വാങ്ങി നേരത്തെ തൻ്റെ ഏജൻറ്റുമാർക്കൊന്നും കിട്ടാത്ത വിധത്തിലുള്ള, അവർക്ക് നേടാൻ കഴിയാത്ത വിധത്തിലുള്ള മെച്ചപ്പെട്ട ലാഭവുമായിട്ടാണ് ഇപ്പോൾ മുഹമ്മദ് തിരിച്ചു വരുന്നത്. അതുമാത്രവുമല്ല, മൈസറയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയിലുടനീളമുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹമസൃണമായിട്ടുള്ള പെരുമാറ്റം, ആളെ മൈസറ ഒരു ഭൃത്യനാണ് എന്ന പരിഗണന ഒന്നുമില്ലാതെ മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള അദ്ദേഹത്തോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം, ആ ഹൃദ്യമായിട്ടുള്ള സമീപനം അത് മൈസറയെ വല്ലാതെ ആകർഷിച്ചു എന്നതാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ മക്കയിൽ തിരിച്ചു വന്ന മൈസറ തൻ്റെ യജമാനത്തിയോട്, അതായത് ഖദീജ റളിയല്ലാഹു അൻഹായോട് ഈ യാത്രയിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എല്ലാം വിവരിച്ചു കൊടുക്കുകയാണ്. തനിക്ക് അനുഭവപ്പെട്ടുള്ള, മുഹമ്മദിൽ നിന്ന് അനുഭവപ്പെട്ടിട്ടുള്ള പരിഗണനയോട് കൂടിയുള്ള സ്നേഹമസൃണമായിട്ടുള്ള പെരുമാറ്റത്തെപ്പറ്റിയാണ് അദ്ദേഹത്തിന് പറഞ്ഞാലും തീരാത്ത അത്ര വാചാലമായിട്ട് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു വിവരണമായിട്ട് തന്നെയാണ് ഖദീജക്കും ബോധ്യപ്പെട്ടത്. കാരണം മൈസറ ഇതിനു മുമ്പ് ഈ രീതിയിൽ ആരെയും വർണ്ണിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഗുണമഹിമ എടുത്തു പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഖദീജക്കറിയാം. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് എന്നുള്ളവർക്ക് മക്കയിലുള്ള സ്വീകാര്യതയും മക്കക്കാരെ അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അദ്ദേഹം എത്രമാത്രം അന്തസ്സോടുകൂടിയാണ്, മര്യാദയോടുകൂടിയാണ്, മാന്യമായിട്ടാണ് ആളുകളോട് വർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യമൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹുവിന് നേരത്തെ കേട്ട് അനുഭവമുള്ളതുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിച്ചേരുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മുഹമ്മദ് എന്ന വ്യക്തിയോട് അനുരാഗാത്മകമായിട്ടുള്ള ആദരവും ബഹുമാനവും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ കച്ചവടം ലാഭകരമായി നേരത്തെ ഉള്ള ഏജൻറ്റുമാർക്ക് ലഭിച്ചിരുന്നതിനേക്കാൾ വലിയ ലാഭവുമായിട്ടാണ് മുഹമ്മദ് തിരിച്ചു വന്നത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമ മൈസറത്ത് പറഞ്ഞു കേട്ട് ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയ ഖദീജയുടെ മനസ്സിൽ ഒരു ആഗ്രഹം നാമ്പെടുക്കുകയാണ്. നേരത്തെ മക്കയിലെ പ്രമുഖന്മാരായിട്ടുള്ള പല ആളുകളും വിവാഹാലോചന നടത്തിയിട്ട് ആ വിവാഹാലോചനകളൊക്കെയും തള്ളിക്കളഞ്ഞ ഖദീജ. എന്തുകൊണ്ടാണ് അവരത് തള്ളിക്കളഞ്ഞത്? അതിനും കാരണമുണ്ട്. ഈ ആളുകളൊക്കെ ഖദീജയുമായിട്ട് വിവാഹബന്ധത്തിന് ആഗ്രഹിക്കുന്നത്, അത് അഭിലഷിക്കുന്നതിന് കാരണം ഖദീജയുടെ സമ്പത്ത് കണ്ടുകൊണ്ടാണ്. അപ്പോൾ ആ സമ്പത്തിൽ കണ്ണു നട്ടുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള അഭ്യർത്ഥന, അതാണ് അവർ അത് നിരസിക്കാൻ കാരണം. അങ്ങനെ അവർ വിധവയായിട്ട് തന്നെ കഴിയാണ്. എന്നാൽ ഇവിടെ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു യുവാവാണ്, 25 വയസ്സേ ആയിട്ടുള്ളൂ. തനിക്ക് 40 വയസ്സായിട്ടുണ്ട്. മധ്യ വയസ്ക അല്ലെങ്കിൽ യുവത്വം പിന്നിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അതൊക്കെ ഉള്ളതോടൊപ്പം തന്നെ മുഹമ്മദ് തൻ്റെ അഭ്യർത്ഥന സ്വീകരിക്കുമോ എന്ന് അവർക്ക് ആശങ്കയുണ്ട്. എന്നാൽ പോലും അവർ ഒരു ശ്രമം നടത്തുകയാണ്. അതായത് ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ ഭൃത്യയായിട്ടുള്ള നഫീസ
നഫീസത്ത് ബിനു മുനയ്യ എന്ന് പറയുന്ന തൻ്റെ ഭൃത്യയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയക്കണം. വിവാഹാഭ്യർത്ഥനയുമായിട്ടാണ് അയക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വിവാഹാഭ്യർത്ഥന വന്നാൽ അത് തള്ളാണെങ്കിലും കൊള്ളുകയാണെങ്കിലും മുഹമ്മദ് എന്ന ആ മഹൽ വ്യക്തി, ആ യുവാവ്, അദ്ദേഹം തൻ്റെ പിതൃവ്യന്മാരുമായിട്ട് ഇതിനെ സംബന്ധിച്ച് കൂടിയാലോചിക്കുന്നുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു അഭ്യർത്ഥന വന്നിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, ഖദീജയെ മുഹമ്മദ് അങ്ങോട്ട് ആഗ്രഹിച്ചതല്ല, അങ്ങോട്ട് വിവാഹാഭ്യർത്ഥന നടത്തിയതല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഖദീജയുടെ സമ്പത്ത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം വിവാഹാഭ്യർത്ഥന നടത്തുന്നത് എന്ന് തെറ്റിദ്ധരിക്കാൻ ന്യായമുണ്ട്. പക്ഷേ ഇവിടെ തീർത്തും ദരിദ്രനായിട്ടുള്ള തൻ്റെ കച്ചവടത്തിൻ്റെ ഏജൻറ്റ് കൂടിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ ഈ ധനാഢ്യയായിട്ടുള്ള വർത്തക പ്രമുഖയായിട്ടുള്ള ഖദീജ, അതും ഖുറൈശികൾക്കിടയിൽ വലിയ മതിപ്പും ബഹുമാനവുമൊക്കെ നേടിയെടുത്ത വിശുദ്ധ എന്നും ഖുറൈശി സ്ത്രീകളുടെ നായിക എന്നൊക്കെ പേര് കേട്ടിട്ടുള്ള ഖദീജ മുഹമ്മദിനോട് അങ്ങോട്ട് വിവാഹാഭ്യർത്ഥന നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അദ്ദേഹം തൻ്റെ പിതൃവ്യന്മാരുമായിട്ട് കൂടിയാലോചിച്ചു. അവർ അതിന് പച്ചക്കൊടി കാണിക്കുകയാണ്. കാരണം അവർക്കും അത് നിരസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ പ്രായത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട് എന്നുള്ളത് ശരിയാണ്. 15 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഇവർ തമ്മിൽ. ചരിത്രം രേഖപ്പെടുത്തിയ ശരിയായിട്ടുള്ള കാലഗണന അനുസരിച്ച് 15 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതിന് കുറഞ്ഞ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറയുന്ന ചരിത്ര പരാമർശങ്ങളും നമുക്ക് കാണാൻ കഴിയും. എന്തുമാവട്ടെ, ഏതായിരുന്നാലും പിതൃവ്യന്മാർ അതിന് പച്ചക്കൊടി കാണിച്ചു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുടെ ഏജൻ്റായിട്ട് തന്നെ സമീപിച്ച നഫീസയെ അറിയിച്ചു. നഫീസ ആ വിവരം ഖദീജയ്ക്ക് കൈമാറി. പിന്നീട് താമസമുണ്ടായില്ല. ഖദീജയുടെ പിതാവ് ഹുവൈലിദ് അന്നേക്ക് മരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ ഉമർ എന്നു പേരുള്ള പിതൃവ്യനാണ് ജീവിച്ചിരിപ്പുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിതൃവ്യന്മാരോടൊപ്പം ഖദീജയുടെ പിതൃവ്യനായിട്ടുള്ള ഉമറുമായിട്ട് ബന്ധപ്പെടുകയും അവിടെ ആ വിവാഹം നടക്കുകയുമാണ് ചെയ്യുന്നത്. ഈ വിവാഹത്തിൻ്റെ ഘട്ടത്തിൽ അറബികൾ നേരത്തെ കൈക്കൊണ്ടിരുന്ന ഒരു രീതിയാണ് വിവാഹം നടക്കുമ്പോൾ അവിടെ ചെറിയൊരു പ്രസംഗം നടത്താനുള്ളത്. ഇവിടെ ഈ വിവാഹത്തിൻ്റെ ഘട്ടത്തിൽ, അതായത് ഖദീജയും മുഹമ്മദും തമ്മിലുള്ള ഈ വിവാഹത്തിൻ്റെ ഘട്ടത്തിൽ അബൂതാലിബ് നടത്തുന്ന വളരെ ചെറിയ എന്നാൽ അർത്ഥഗർഭമായിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. അതിങ്ങനെയാണ്: ഇന്ന മുഹമ്മദൻ ലാ യുവാസനു ബിഹി ഫത്തം മിൻ ഖുറൈശിൻ ലാ റജഹ ബിഹി. മുഹമ്മദ്, ഖുറൈശികളുടെ ഏതൊരു യുവാവും, മുഹമ്മദിനോട് കിടപിടിക്കാവുന്ന ഒരു യുവാവും ഖുറൈശികളിലില്ല. അങ്ങനെ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമയിൽ മത്സരിക്കാൻ വരികയാണെങ്കിൽ അവിടെ മുഹമ്മദായിരിക്കും മുന്നിട്ട് നിൽക്കുക. ഷറഫൻ വ നബിലൻ വ ഫളിലൻ വ അഖിലൻ. ബുദ്ധിവൈഭവത്തിൻ്റെ കാര്യത്തിൽ, ധിഷണയുടെ കാര്യത്തിൽ, ഗുണമേന്മയുടെ കാര്യത്തിൽ, മഹത്വത്തിൻ്റെ കാര്യത്തിലൊക്കെ മുഹമ്മദാണ് ഖുറൈശികളിലെ ഏതൊരു യുവാവിനേക്കാളും മുമ്പിൽ വരിക. മാത്രവുമല്ല, വയിൻകാന ഫിൽ മാലി ഖില്ല. മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ആകപ്പാടുള്ള ഒരു ന്യൂനത എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ന്യൂനതയായി പരിഗണിക്കാവുന്ന ഒരു സംഗതിയല്ല. അദ്ദേഹത്തിന് സാമ്പത്തിക ശേഷിയില്ല. ഖദീജ സമ്പന്നയാണ്, മുഹമ്മദിൻ്റെ കയ്യിൽ സമ്പത്തില്ല എന്നുള്ള ഒരു കുറവ് മാത്രമേ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നൽ മാല ലിൽ അർളുൻ സായിൽ. സമ്പത്ത് എന്ന് പറയുന്നത് അത് ഇന്ന് വന്നു നാളെ പോകുന്ന ഒരു വിഭവം മാത്രമാണ്. സമ്പത്തൊരിക്കലും മനുഷ്യൻ്റെ കയ്യിൽ സ്ഥായിയായിട്ട് നിലനിൽക്കില്ല, അത് വരും പോകും. അതാണ് സമ്പത്തിൻ്റെ അവസ്ഥ. വാരിയത്തും മുസ്തർജ. മറ്റുള്ളവരിൽ നിന്ന് ഇരവ് വാങ്ങിയിട്ടുള്ള തിരിച്ചു കൊടുക്കേണ്ടുന്ന വസ്തു കൂടിയാണ് സമ്പത്ത്. അതാണ് സമ്പത്തിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടായിട്ട് നമ്മൾക്കുണ്ടാവേണ്ടത്.
അതുകൊണ്ട് മുഹമ്മദിന് സമ്പത്തുണ്ടോ ഇല്ല എന്നുള്ളതല്ല, മുഹമ്മദിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ധാർമ്മിക നിഷ്ഠ, ബുദ്ധിപരമായിട്ടുള്ള യോഗ്യത, ഇതൊക്കെയാണ് ഇവിടെ മുഴച്ചു നിൽക്കുന്ന സംഗതി. വലഹു ഫി ഖദീജ ബിൻതു ഖുവൈലിദ് റഗ്ബ വലഹ ഫീഹി മിസ്ലു ദാലിക്. ഖുവൈലിദിൻ്റെ മകൾ ഖദീജയോട് അദ്ദേഹത്തിന് അനുരാഗമുണ്ട്, ഖദീജക്ക് മറിച്ചുമുണ്ട്. അതായത് വിവാഹിതരാവാൻ പോകുന്ന സ്ത്രീ പുരുഷന്മാർക്ക് അവരുടെ മനസ്സിൽ അവർ താലോലിക്കുന്ന അനുരാഗാത്മകമായിട്ടുള്ള സമീപനം അത് ഇവിടെ നിഷേധിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. കാരണം വിവാഹത്തിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഉണ്ടാകുന്നതാണ്. അതാണ് ഇവിടെ അബൂ താലിബ് പറയുന്നത്, വലഹു ഫി ഖദീജ ബിൻതു ഖുവൈലിദ് റഗ്ബ. ഖുവൈലിദിൻ്റെ മകൾ ഖദീജയോട് അദ്ദേഹത്തിന് റഗ്ബത്ത്, അനുരാഗമുണ്ട്. വലഹ മിസ്ലു ദാലിക്, അദ്ദേഹത്തോട് മുഹമ്മദിനോട് ഖദീജക്കുമുണ്ട് ഈ അനുരാഗം. കാരണം ഖദീജയാണല്ലോ ഈ വിവാഹത്തിന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുന്നത് തന്നെയും. ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം വിവാഹം നടക്കുകയാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഖദീജ റളിയല്ലാഹു അൻഹായുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. ഈ വിവാഹം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 50 വയസ്സ് പ്രായമാവുന്നത് വരെ, അല്ലെങ്കിൽ 51 വയസ്സ് പ്രായമാകുന്നത് വരെ, അതായത് 25-26 കൊല്ലം നീണ്ടു നിന്നു ഈ ദാമ്പത്യ ജീവിതം എന്നുള്ളതാണ്. ഖദീജ റളിയല്ലാഹു അൻഹായുടെ ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വിവാഹവും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6 മക്കൾ, സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ, അബ്ദുള്ള, ഖാസിം, അബ്ദുള്ള, അങ്ങനെയാണ്. ഈ 6 മക്കളും ഖദീജ റളിയല്ലാഹു അൻഹായിലാണ് ജനിച്ചിട്ടുള്ളത്. അതിൽ ആൺകുട്ടികളായ ഖാസിമും അബ്ദുള്ളയും കുട്ടിക്കാലത്തെ മരിച്ചു. പിന്നെ സൈനബ്, അതുപോലെ തന്നെ റുഖയ്യ, ഉമ്മു കുൽസൂം, ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലാണ് മരിക്കുന്നത്, ഹിജ്റയ്ക്ക് ശേഷമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ ഈ 5 മക്കളും മരിച്ചു പോയിട്ടുണ്ട്. പിന്നീടുള്ളത് ഫാത്തിമ അസ്സഹ്റ എന്ന് പറയുന്ന ഇളയ മകൾ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഒരേ ഒരു മകൾ, സന്തതി എന്ന് പറയുന്നത്. ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളൊക്കെയും ഖദീജ റളിയല്ലാഹു അൻഹായുമായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ് എന്നത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഈ ഭാര്യയും ഭർത്താവും എത്രമാത്രം അടുപ്പത്തിൽ, മാനസിക പൊരുത്തത്തിൽ, പരസ്പരം അറിഞ്ഞും ആദരിച്ചും ആണ് ജീവിച്ചിരുന്നിരുന്നത് എന്നതിന് ചരിത്രം സാക്ഷിയാണ്. അത് തുടർന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, വിശേഷിച്ച് നുബുവത്തിൻ്റെ പ്രവാചകത്വത്തിന് ശേഷമുള്ള ജീവിതകാലത്ത് നബി അവരിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള അംഗീകാരവും ബഹുമാനവും സ്വീകാര്യതയും അത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ഖദീജയുടെ ഇങ്ങോട്ടുള്ള ഈ സമീപനം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ശേഷിച്ച ജീവിതകാലത്ത്, അതായത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷം പലപ്പോഴും അത് അയവിറക്കുകയും അത് അനുസ്മരിക്കുകയും ഒക്കെ ചെയ്തതായിട്ടും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഒരു ഭാര്യ എന്നതിലപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താങ്ങും തണലുമായി വർത്തിച്ചിരുന്ന ഒരു മഹതി കൂടിയായിരുന്നു. വേണമെങ്കിൽ ഭാര്യ എന്നതോടൊപ്പം തന്നെ മാതാവിൻ്റെ സ്ഥാനവും, അതുപോലുള്ള മറ്റ് ഒരു സ്ത്രീയിൽ നിന്ന് എന്തൊക്കെ ഒരു പുരുഷന് ആഗ്രഹിക്കാമോ അല്ലെങ്കിൽ അഭിലഷിക്കാമോ അത്തരത്തിലുള്ള സംഗതികളൊക്കെയും ഖദീജ റളിയല്ലാഹു അൻഹായിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ പോലും മറ്റ് ഭാര്യമാരുടെ മുമ്പിൽ വച്ച് പോലും ഖദീജയെ വളരെ പുകഴ്ത്തി
അവരെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചു പോന്നിട്ടുള്ളത് എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ യുവത്വത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള കച്ചവടം, അതുപോലെ തന്നെ വിവാഹം തുടങ്ങിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ നമ്മൾക്ക് വായിച്ചെടുക്കാവുന്ന സംഗതി എന്ന് പറയുന്നത്.